അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുരുപ്പുറയിൽ വെച്ച് ഒരു മരണവാർത്ത നാം കേട്ടു. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വളരെ ഗൗരവത്തിൽ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു ആ ചെറുപ്പക്കാരനെ പൊരുത്തു കൊടുക്കട്ടെ. കാരണം ജീവൻ ഒടുക്കിയതാണ്. ജീവൻ ഒടുക്കിയവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ആ ചെറുപ്പക്കാരനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താണ്? ആ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നാം മനസ്സിലാക്കണം. നോക്കൂ, നാം ഇത്തരത്തിലുള്ള കൊടും കൈ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ആരാണോ മരണപ്പെടുന്നവരുടെ ഉറ്റവർ ഉടയവർ, അവിടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾക്ക് അത് താങ്ങാൻ പറ്റാത്ത ദുഃഖമാണ്. നമ്മുടെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ നാം ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നാം ചെന്നാൽ, നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പ്രവൃത്തി, അതായത് നാം സ്വയം ജീവൻ ഒടുക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കൽ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് നാം വിചാരിക്കും. ഇത് ശാശ്വതമല്ലല്ലോ, ഇവിടുന്ന് മരണപ്പെട്ടു പോകേണ്ടവരാണ്. ശാശ്വതമായ ലോകത്ത് നാം ഇവിടെ ഏത് രൂപത്തിലാണോ മരണപ്പെടുന്നത്, ആ ശിക്ഷകൾ പരലോകത്ത് ആവർത്തിക്കപ്പെടുമെന്നാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ആ സമയം ഭ്രാന്ത് പിടിച്ച സമയത്ത് ചിലപ്പോൾ മാനസികമായ നില തെറ്റുകൊണ്ട് പലതും ചെയ്തേക്കാം. അള്ളാഹു ഗഫാറാണ്. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള പ്രവൃത്തി ഒരിക്കലും നമ്മുടെ ഭാഗത്ത് വന്നു പോകരുത്. കാരണം എന്താണെന്നറിയില്ലല്ലോ നമുക്ക്. കാരണം ഹദീസിനും അതുപോലെ ഖുർആനിനൊക്കെ പരിശുദ്ധ ദീൻ നാം പഠിപ്പിക്കുന്നത് ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്, ചെയ്തു പോകരുത് എന്നാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോക്കൂ, ഈ മനുഷ്യനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ചെറിയൊരു ചെറുപ്പക്കാരനല്ലേ. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാനുള്ള കാരണം അവിടെ ഉള്ള പലരും പറയുന്നത് അദ്ദേഹം എന്തോ ഒരു പണവുമായിട്ടുള്ള എന്തോ ഒരു ഗെയിം ഇങ്ങനെ കളിച്ചു, അതിൽ ഒരുപാട് പണങ്ങൾ ഇതാക്കി, അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണമുണ്ടായി. കാരണം കടങ്ങൾ കുമിഞ്ഞുകൂടി, പിന്നെ അത് പരിഹരിക്കാൻ, അത് കടം വീട്ടാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ ഇത്തരത്തിലുള്ള മരണം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇതങ്ങനെയാണോ അല്ലേ, അത് വേറെ വിഷയമാണ്. ഇത്തരത്തിലുള്ള ആ അപകടങ്ങളെ കൊണ്ട് ഇത്തരത്തിലുള്ള പല വിഷയത്തിൽ കുടുങ്ങി പലരും ജീവനൊടുക്കിയവരുണ്ട്. അതിൽ ഒരു വോയിസിൽ ഒരാൾ പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ഇതിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഞാൻ അതിൽ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്ക് കൃത്യമായി അവിടുത്തെ വിഷയങ്ങളൊക്കെ അറിയാം. ഒരു 10,000 കൊടുത്താൽ ഇങ്ങോട്ട് 20,000 തരും, 1 ലക്ഷം കൊടുത്താൽ 2 ലക്ഷം 3 ലക്ഷം ഇങ്ങനെ തരും. പല വിധത്തിലുള്ള കളികളിലൂടെ ലക്ഷക്കണക്കിന് നേടാൻ സാധിക്കുമെന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. കൃത്യമായി കമ്പനി അങ്ങനെയല്ല. തീർച്ചയായും അവരുടെ പണം അവർ കൃത്യമായി മനസ്സിലാക്കും, എവിടെ നിന്ന് എങ്ങനെ വരുന്നുണ്ട്, അതവർ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. ഞാനതിൽ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്കൊക്കെ അത് കൃത്യമായിട്ടറിയാം. ഇത്തരത്തിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പലരും അതിൽ ജോയിൻ ചെയ്തതായിരുന്നു. പക്ഷെ അവർക്കത് അവരെ PM പോയി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരവിടെ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ ഞാൻ ആ ജോലിയിൽ നിന്ന് ഒഴിവായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും പരിശുദ്ധ ദീനിൽ അത്തരത്തിലുള്ള പണം ഒരിക്കലും അനുവദിച്ച പണമല്ല. അതുകൊണ്ട് അത്തരത്തിൽ നാം ചെയ്തു പോകരുത്. അവസാനം കടങ്ങൾ കുമിഞ്ഞുകൂടി അവസാനം കടം വീട്ടാൻ സാധിക്കാത്ത എത്ര ആളുകളെന്നറിയോ? പല വിധത്തിലുള്ള കടങ്ങളുണ്ട്. നമുക്കൊരാൾ സിഹിർ ചെയ്യണമെങ്കിൽ, ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സിഹിർ ചെയ്തിട്ട് നശിപ്പിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള ഗെയിമുകൾ, അതുപോലെ ട്രേഡിങ് പോലത്തെ ഇത്തരത്തിലുള്ള അവർക്ക് നന്നായി ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പിന്നെ ഈ കളി ഇങ്ങനെയാണ് കളിക്കേണ്ടത്, ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ശത്രുക്കൾക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ അവർ അങ്ങ് നശിഞ്ഞ് ഹലാക്കായി പോവും. അത്രത്തോളം ഗുരുതരമാണ്. എത്രയോ ആളുകൾ, എൻ്റെ പരിചയത്തിലുള്ള ആളുകളുണ്ട്, ഇത്തരത്തിലുള്ള വിഷയത്തിൽ കുടുങ്ങി അവസാനം കടക്കാരായി കടം വീടാൻ സാധിക്കാതെ യാചിച്ച് നടക്കുന്നവർ എത്രയോ ആളുകളുണ്ട്. ജീവിതം തന്നെ അവസാനിച്ചവർ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും നാം ഇതിലൊക്കെ അകപ്പെട്ടു പോകരുത്. ഒരു 10,000 10,000 അങ്ങോട്ടിടുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കാശ് ഇങ്ങനെ വരുന്ന സമയത്ത് സന്തോഷമാകും. ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഞായറാഴ്ച വേളകൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കൃത്യമായി അറിയാം ഇതൊക്കെ പറ്റിക്കപ്പെടുന്നതെന്ന്. കൃത്യമായി അറിയണമെങ്കിൽ ഞായറാഴ്ച ഇതൊന്ന് പരിശോധിക്കണം. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ കൃത്യമായി നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു കമ്പനി, ഏതൊരാളാണെങ്കിൽ
നമുക്ക് വെറുതെ ഇങ്ങോട്ട് പണം തരൂല എന്ന് നാം ചുരുക്കി മനസ്സിലാക്കിയാൽ മതി. ഒരാളും തരൂല. എന്തിനവർ തരണം? അവരുടെ ആരാണ് നാം അവർക്ക് എന്താകണം? നാം ഒരു 1 ലക്ഷം ഇടുമ്പോൾ ഇങ്ങോട്ട് 10 ലക്ഷം ഇങ്ങോട്ട് തരുന്നെങ്കിൽ അവർക്ക് നമ്മെക്കൊണ്ട് എന്ത് പ്രയോജനമാണ്? എന്തിനിത്ര വാരിക്കോരി കാശ് തരണം? കിട്ടിയവരുണ്ട്. ആ കിട്ടിയവർ എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചത് എടുക്കുന്നത് അത് കിട്ടിയതുപോലെയല്ല, കിട്ടിയതിൻ്റെ 10 മടങ്ങാണ് അങ്ങോട്ട് തിരിച്ചെടുക്കുന്നത്. പിന്നെ നമുക്കൊരുപാട് മോഹമുണ്ടാവും. 10 ലക്ഷമുള്ളവർക്ക് അതിനെ 20 ലക്ഷമാക്കണമെന്നും 20 ലക്ഷമുള്ളവർക്ക് അതിനെ 30 ലക്ഷമാക്കണമെന്നും ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ജനിപ്പിച്ച് അവസാനം ഒന്നുമില്ലാതെ വലിയ സങ്കടപ്പെട്ട് പിന്നെ കടക്കാരനായി തൻ്റെ വീടും തൻ്റെ കുടുംബവും എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ വലിച്ചെറിയേണ്ട ഒരവസ്ഥയിലേക്ക്, പിന്നെ അവസാന ഗതിയില്ലാതെ ജീവനൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പലരും അവർക്കുള്ള സ്കാനറൊക്കെ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും സഹായിക്കുമോ, ഞാൻ കുടുങ്ങിപ്പോയി, എൻ്റെ വീട് പോയി, എൻ്റെ കുടുംബം പോയി, എൻ്റെ ഭാര്യ പോയി, എൻ്റെ മക്കൾ പോയി എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ നാം കണ്ടവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളത് ഒരിക്കലും നാം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പണം ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല. അത് നമുക്കെപ്പോഴും ശാശ്വതമായി അത് നമുക്ക് ഉപകാരത്തിന് കിട്ടും. അതല്ലാതെ പെട്ടെന്ന് പണമുണ്ടാക്കി പണക്കാരാകാമെന്നുള്ള മോഹം എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു മോഹം മാത്രമാണ്. അത് തന്നെയാണ് പല ചെറുപ്പക്കാർക്ക് ഇവിടെ പല നിരക്കും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ അത്തരത്തിലുള്ള ഒരവസ്ഥയിലായിരുന്നു, ഈ ജീവനൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. വളരെ ഗുരുതരമായൊരു വിഷയമാണ്. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരല്ല, പല ചെറുപ്പക്കാരനാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ടവരെ പറയപ്പെടുന്ന ആൾക്കാർ പല വിധത്തിൽ പറയുന്നു. കാരണം കുടുംബക്കാരാകുമ്പോൾ ഒരാൾ മരണപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ സങ്കടം നമുക്കറിയാമല്ലോ. നാം എല്ലാവരും ദുആ ചെയ്യുക, അള്ളാഹു ആ ചെറുപ്പക്കാരന് പൊരുത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഈമാനോട് കൂടിയുള്ള മരണം കിട്ടണം. ഇത്തരത്തിലുള്ള മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം ഇത് പരിശുദ്ധ ദീൻ വിലക്കിയതാണ്. എത്ര വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാൽ പോലും ജീവിതം പൊരുതാനുള്ളതാണ്, പൊരുതി നേടാനുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളിൽ ജോലി ചെയ്തിട്ട് എനിക്കിതിനെ കാര്യമായി അറിയാമെന്ന് തന്നെ ആ ജോലി ചെയ്ത ആൾ തന്നെ പറയുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള, കാരണം ആ വോയിസ് ആ വീഡിയോസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. കാരണം ഉൾപ്പെടുത്തിയാൽ അത് പിന്നെ ഒരു പ്രശ്നമാവാം, കുടുംബക്കാർക്ക് ഒരു വിഷമാവും. അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കുടുംബക്കാരെ നാം വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ആ കുടുംബത്തിൻ്റെ സമാധാനം, ഇതിൻ്റെ ദുഃഖമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത് സംഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം കൂടുതൽ നമുക്കറിയുന്നത്. ഇത് നമ്മുടെ തൊട്ട് പ്രദേശമാണല്ലോ ഈ ഗ്രൂപ്പുറ എന്നൊക്കെ പറയുന്നത്. നോക്കുക, ആ കുടുംബത്തിൻ്റെ വേദന. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. അസ്സലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ഗെയിമോ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള വിഷയത്തിൽ കുടുങ്ങി അകപ്പെട്ട് അവസാനം ഉള്ളതും എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ജീവിതം തന്നെ അവസാനിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കുക, അതല്ലാതെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കടം വാങ്ങിച്ച് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ സ്വർണവും വീടും എല്ലാം എത്ര ആളുകളുണ്ട് ട്രേഡ് ചെയ്തവരൊക്കെ. അവരുടെ സ്വന്തം വീട് പണയം വെച്ച് ആ പണം അതിലേക്കിട്ട് ആ പണം നഷ്ടപ്പെട്ടപ്പോൾ അതിനെ വീണ്ടും സ്വരൂപിക്കുക, ഞാനതിന് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കും, എടുക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരാളിന്ന് കടം വാങ്ങി ആ പണം എടുത്ത് പിന്നെയും ട്രേഡ് ചെയ്യാണ്, പിന്നെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ നോക്കുകയാണ്. പിന്നെയും അവസാനം ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ കടം കുമിഞ്ഞുകൂടിക്കൊണ്ടേ പോകും. ഇതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? ഒരു സമയം ട്രേഡ് ചെയ്യുമ്പോൾ അത് ഒരു ട്രേഡ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഗെയിം ഒന്ന് നഷ്ടപ്പെട്ടാൽ ലക്ഷക്കണക്കിന് രൂപ ഒറ്റ മണിക്കൂറുകൾ വേണ്ട സെക്കൻഡുകളെ കൊണ്ട് അതിങ്ങനെ നശിഞ്ഞുകൊണ്ടേ പോവുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എത്രയോ ആളുകളുണ്ട് ഇത്തരത്തിലുള്ളത് ഇങ്ങനെ നിർത്താതെ നിരന്തരമായി തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയി അവസാനം വലിയ അപകടത്തിലെത്തിയവർ നമ്മുടെ മക്കൾ. തീർച്ചയായും അവർ മൊബൈലിലൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.